ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മനും സുകന്യയും കൂടെ കൃഷ്ണമംഗലത്ത് പോയ കാര്യം ബാലന് അറിയാണ്. അത് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുകന്യ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായി നിൽക്കുന്നുണ്ട് ബാലനോട്. അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ എന്നുള്ള രീതിയിലാണ്. എൻ്റെ സ്വന്തം അടുപ്പമുള്ളൊരു ചേച്ചിയാണ് അപ്പുറത്തുള്ള രാജശ്രീ ചേച്ചി. നിങ്ങളുടെ പിണക്കത്തിന് വേണ്ടി ഞാൻ എന്തിനാണ് ബലിയാടാവുന്നത്? എനിക്ക് ആ ചേച്ചിയോട് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? പിന്നെ ധർമ്മേട്ടനും ആ കുടുംബമായിട്ട് നല്ല രക്തബന്ധമുള്ളതാണ്. അപ്പോൾ ധർമ്മേട്ടനും അവിടെ പോകാതിരിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് ഒന്നും ശരിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കോ, കാരണം നിങ്ങളും അവരും തമ്മിൽ വേറെ ബുദ്ധിമുട്ടോ ബന്ധങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ബാലേട്ടൻ അവരോട് പിണക്കമാണ്, ഇഷ്ടമല്ല എന്നും പറഞ്ഞ് നമ്മളും അങ്ങനെ ചെയ്യണമെന്ന് വല്ല നിയമമുണ്ടോ? ഇല്ലല്ലോ എന്നൊക്കെ തർക്കുത്തരത്തിൽ അങ്ങ് പറയാം. ബാലനാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ധർമ്മനാണെങ്കിൽ പലതവണ പറയുന്നുണ്ട് സുകന്യ ബാലേട്ടനോട് അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. എന്താ കുഴപ്പം? പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖത്ത് നോക്കി പറയണം. അത് ചെയ്യാത്തതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ സുകന്യയും പറയാട്ടോ. ബാക്കി ദേവിയും മിത്രയൊക്കെ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അകത്ത് പോയ സുകന്യോട് വീണ്ടും നമ്മുടെ ധർമ്മൻ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ബാലേട്ടനെ കണ്ടിട്ടുള്ളത്. അളിയൻ ഞാനെന്ന് പറഞ്ഞാൽ ജീവനാണ്. തിരിച്ചും അളിയൻ പറയുന്ന കാര്യത്തിൽ ഒരു മറുവാക്കും പറയാതെ ഞാൻ ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉടനെ സുകന്യക്ക് ദേഷ്യം വന്ന് സുകന്യ ബാഗിൽ എല്ലാം കൊണ്ടുവന്ന സാധനങ്ങളും തുണികളും ഒക്കെ പാക്ക് ചെയ്യാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോവാ. എങ്ങോട്ട് പോകുന്നു? നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നീ ഇങ്ങനെയാണോ കാണിക്കുന്നത്? അപ്പോൾ ഞാനങ്ങ് അടങ്ങണം അല്ലേ? വേണ്ട, ആരും പേടിച്ചടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. നിസ്സാര കാര്യങ്ങൾ വരുമ്പോഴേ ഇങ്ങനെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങും. അന്നേരവും നിങ്ങളുടെ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെ പറയും. ഞാനും തിരിച്ച് സംസാരിക്കേണ്ടി വരും. പിന്നെ അന്നത്തേക്ക് ആക്കുന്ന എന്തിനാ? അതിനേക്കാൾ ഇന്ന് ഞാൻ ഇറങ്ങി പോകുന്നില്ലേ നല്ലതെന്ന് പറയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞും പിടിച്ചും ഒക്കെ അവിടെ നിർത്തുന്നുണ്ട് സുകന്യനെ. പക്ഷേ അതുകൊണ്ട് തന്നെ ബാലനോട് ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കരുത്. പുതിയതായിട്ട് വന്ന് കയറിയതല്ലേ, അവളെ നമ്മളല്ലേ ശ്രദ്ധയോടെ കൊണ്ടുപോവേണ്ടത്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൾ ഇറങ്ങി പോകാൻ പോയത്. നമ്മുടെ ധർമ്മൻ്റെ ജീവിതമാണ്, അതുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. എടി ഞാനേ ഒരെണ്ണം വെച്ച് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് എന്ന് ബാലൻ പറയുകയാണ്. വേണ്ട ബാലേട്ട, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. പിന്നെ കുറച്ചും കൂടെ സമാധാനത്തോടെ ക്ഷമയോടുകൂടി സംസാരിക്കണമെന്നൊക്കെ ബാലനോട് ഗോമതി പറയാം. അതുപോലെ തന്നെ അനുമോളാണെങ്കിൽ അലോകിനോട് ഒളിച്ചൊളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ സുകന്യ അറിയാണ്. കാര്യം എന്ന് വെച്ചാൽ രാജശ്രീ പറഞ്ഞല്ലോ, സുകന്യ നീ അവിടെ നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. നമുക്ക് അലോകിനെയും അപ്പുറത്തെ അനുമോളെയും തമ്മിൽ ഒന്നിപ്പിക്കണം, അതാണ് ആവശ്യമെന്ന് പറയാം. അതിനുവേണ്ടി നീ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അനുമോൾ സംസാരിക്കണതെല്ലാം സുകന്യ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം അനുമോളെ കയ്യിൽ നിന്ന് ആ ഫോൺ അങ്ങോട്ട് പിടിച്ച് വാങ്ങിയാണ്. എന്നിട്ട് സ്വയം അങ്ങ് കണ്ടുപിടിച്ചതുപോലെ വലിയ ആളായി സംസാരിക്കുകയാണ് കേട്ടോ. പേടിച്ച് പോയി അനുമോളോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അപ്പുറത്തും ഇപ്പുറത്തും ബന്ധുക്കളെന്നും പറഞ്ഞുകൊണ്ട് പിണക്കങ്ങളാണെന്ന് നിങ്ങൾക്ക് എന്താ, മറ്റുള്ളവർ പിണങ്ങിക്കോട്ടെ, സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നാവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് തരാം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അനുമോൾക്ക് മോട്ടിവേഷൻ കൊടുക്കട്ടോ. അനുമോളാണെങ്കിൽ ഇത് തന്നെ വലിയ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് സുകന്യ ചേച്ചി ഇപ്പോൾ കെട്ടി അങ്ങ് പിടിക്കാൻ കേട്ടോ. അങ്ങനെ കുടുംബം തകർക്കാനായിട്ട് തന്നെയാണ് സുകന്യ കയറി വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ പ്രൊമോയിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.